സ്വാഗതം ടോപ് 10ലേക്ക്. ലോക ഫുട്ബോൾ ഫൈനലിൽ സ്പെയിനിനൊപ്പം മാറ്റുരയ്ക്കുന്നത് ആര്? അത് തങ്ങളാകുമെന്ന അവകാശവാദങ്ങളുമായി അർജന്റീന ഇംഗ്ലണ്ട് ആരാധകർ ഏറ്റുമുട്ടുകയാണ്. ദൈവത്തിന്റെ കൈവിവാദത്തിനിടയാക്കിയ കുപ്രസിദ്ധ ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോളും പിറന്ന 1986 മത്സര വാർഷികത്തിൽ ഇരു ടീമുകളും മുഖാമുഖമെത്തുമ്പോൾ മെസ്സിക്ക് ഇത് ചരിത്ര നിയോഗം. ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടുന്നത് ആദ്യം. ബദ്ധവൈരികൾ തമ്മിലെ അഭിമാന പോരിനൊടുവിൽ ആര് വീഴും, ആര് നേടും? മത്സരം തീപാറുമെന്ന ഉറപ്പ്. എന്തായാലും ഇന്നത്തെ വാർത്തകൾ നമുക്ക് സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ പദ്ധതി രേഖ സമർപ്പിച്ചു. ടാറ്റയുടെ നിർദ്ദേശം ഗൗരവമായി പരിഗണിക്കുന്നതായി സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി. വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിൽ അദാനിക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാകില്ല എന്ന് വിദഗ്ധ സമിതിയുടെ ശുപാർശ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ ന്യായീകരണവുമായി മുഖ്യമന്ത്രി. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും VD സതീശൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSUവിനും മറുപടി. നിയമനം തീരുമാനിക്കേണ്ടത് ലോ കോളേജിലെ KSU യൂണിറ്റ് അല്ലെന്ന് മുഖ്യമന്ത്രി. ആശങ്ക അറിയിച്ചതിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. പരീക്ഷാ തട്ടിപ്പ് കേസ് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘവുമായുള്ള ആശയവിനിമയത്തിന് കമ്മിറ്റി രൂപീകരിച്ച PSC. സെക്രട്ടറിയെ ഒഴിവാക്കി. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പിൽ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ല. രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്ന് PSC വാദം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച് ഹൈക്കോടതി. നടപടികൾ നിർത്തിവെക്കാനും നിർദ്ദേശം. കോടതി നടപടി ഷോൺ ജോർജ് നൽകിയ ഹർജി പരിഗണിച്ച് വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല. ഇറാനിൽ കനത്ത ആക്രമണം തുടർന്ന് അമേരിക്ക. 37 മരണം. ലോകത്തെ എണ്ണ നീക്കം സ്തംഭിപ്പിക്കുമെന്ന് ഇറാൻ. ഹോർമൂസ് മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ. ഹോർമൂസ് മേഖലകളിലെ കപ്പലുകളിലുള്ളത് 150 ഇന്ത്യൻ നാവികർ. BJP സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കി ഫണ്ട് തട്ടിപ്പ് വിവാദം. കൂടുതൽ തെളിവുകൾ പുറത്ത്. കൊടിതോരണങ്ങൾ തയ്യാറാക്കിയതിന് BJP നേതാവിന് കമ്മീഷൻ കൊടുത്തെന്ന് പറയുന്ന ശബ്ദരേഖ പുറത്ത്. തലസ്ഥാനത്തെ വൻകിട ഹോട്ടലിൽ കൂട്ടത്തോടെ മുറി ബുക്ക് ചെയ്തത് ഫണ്ട് തട്ടിയതിനും തെളിവുകൾ. തട്ടിപ്പുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന. BJP കോർ കപ്പൽ ശനിയാഴ്ച. മുഖ്യമന്ത്രിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. VD സതീശൻ എന്ന വ്യക്തിയെയല്ല മുഖ്യമന്ത്രിയെയാണ് കാണാൻ ശ്രമിച്ചതെന്നും ഇനി കാണേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായർ. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും വിമർശനം. ലോക ഫുട്ബോൾ സെമിയിൽ ഇന്ന് ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ജയിക്കുന്നവർ ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഓപ്പറേഷൻ തൂഫാനിൽ കേരളവുമായി തമിഴ്നാട് സഹകരിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കൊച്ചിയിലെ പൊതുപരിപാടിയിൽ മോഹൻലാലിനൊപ്പം പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജയുമായി കൂടിക്കാഴ്ച നടത്തി. സ്റ്റോറി ഓഫ് ദി ഡേ. പാലായിലെ അനൗൺസ്മെന്റ് ആധുനിക രീതിയിൽ. കേരളത്തിൽ കൂടുന്ന തൊഴിലവസരങ്ങൾ. ആ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. കപ്പൽ നിർമ്മാണ മേഖലയിൽ സംസ്ഥാനത്ത് നിക്ഷേപ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. 10,000 കോടിയോളം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ അനുമതി തേടിയതായി മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു. പുതിയ സ്വകാര്യ നിക്ഷേപ വാർത്ത വരുന്നതിനിടെ പ്രതിപക്ഷം പഴയ കരാറിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് വീണ്ടും രംഗത്തെത്തി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകരുതെന്നും കരാർ ലംഘനത്തിൽ കർശന നടപടി വേണമെന്നും അറിയിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മിഷൻ സമുദ്ര എന്ന സ്വപ്ന പദ്ധതിയിലൂടെയാണ് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനുള്ള എല്ലാ സാധ്യതകളും തേടുന്നത്. സ്വകാര്യ നിക്ഷേപത്തെ സ്വാഗതം ചെയ്ത് അനുയോജ്യമായ പദ്ധതികൾക്ക് പച്ചക്കൊടി കാട്ടിയാണ് വികസനത്തിന്റെ പാത വെട്ടുന്നത്. അവിടെയാണ് കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത്. ഇതിനായുള്ള പ്രപ്പോസൽ സർക്കാരിന് നൽകിയെന്നും രൂപരേഖ വിശദമായി പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കപ്പൽ നിർമ്മാണ മേഖലയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമാണ്. ആവശ്യമായ ഭൂമി സർക്കാർ അനുവദിക്കും.
1 മാസം കൊണ്ട് ചർച്ച പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണ്ടും രംഗത്ത് വന്നു. ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന്റെ നിലപാട് ദുരൂഹമെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നില്ല എന്നും ആരോപിച്ചു. അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം നൽകരുതെന്നും കരാർ ലംഘനത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വീണ്ടും കത്തയച്ചു. കൺസഷനെയർ കമ്പനിയിൽ സർക്കാർ ഓഹരി പങ്കാളിയല്ലെന്ന് വരുത്തി തീർത്ത് തടി തപ്പാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി കടലാസിലൊതുങ്ങുമോ? വിദഗ്ധ സമിതി സർക്കാരിന് നൽകിയ ശുപാർശ പ്രകാരം അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണ്, ഇനിയും പഠനം നടത്തേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. കേരളിന് പറ്റിയ അബദ്ധം ആവർത്തിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി ഉടൻ ആരംഭിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചോ യാത്രക്കാരുടെ എണ്ണത്തെക്കുറിച്ചോ കൃത്യമായ കണക്ക് റിപ്പോർട്ടിലില്ല. വേണ്ടത്ര പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് റിപ്പോർട്ട്. കേരളിന് പറ്റിയ പാളിച്ചകൾ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും വിദഗ്ധ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ചരക്ക് നീക്കം നടത്താനാകാതെ യാത്രക്കാരെ മാത്രം ഉൾക്കൊള്ളുന്ന അതിവേഗ റെയിൽ മോഡൽ കേരളത്തിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. അപൂർണമായ റിപ്പോർട്ട് ഈ രീതിയിൽ നടപ്പാക്കാനാകില്ല എന്നും സർക്കാർ വീണ്ടും പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. ബദൽ മാർഗങ്ങളും സാമ്പത്തിക പാരിസ്ഥിതിക വശങ്ങളും പരിശോധിച്ച ശേഷം പദ്ധതിയുടെ യഥാർത്ഥ ആവശ്യകത ബോധ്യപ്പെട്ടാൽ മാത്രമേ DPR തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി എന്നുണ്ടാകും. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ സാങ്കേതികത്വം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നു. മാധ്യമ വാർത്തകൾക്കനുസരിച്ച് ധൃതി കാട്ടാനാകില്ല, നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്ന്. UDF സർക്കാർ അധികാരമേറ്റ ആദ്യ ദിനത്തിലെ മന്ത്രിസഭായോഗത്തിലെടുത്ത ഏറ്റവും നിർണായക തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിലെ പുനരന്വേഷണം. SIT രൂപീകരിച്ച് അതിവേഗത്തിൽ അന്വേഷണം. ഒടുവിൽ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനായ MR അജിത് കുമാർ ഇടപെട്ടു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT റിപ്പോർട്ട് നൽകി. DGPക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടിയെടുത്തില്ല. റിപ്പോർട്ട് തന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന വാദമാണ് ആഭ്യന്തരമന്ത്രി ദിവസവും ആവർത്തിക്കുന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയും അതേ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി പഴി മുഴുവൻ മാധ്യമങ്ങൾക്കും നൽകി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അതിൽ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. അന്ന് ക്രൂരമർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഇപ്പോഴത്തെ MLAയുമായ AD തോമസ് അടക്കം MR അജിത് കുമാറിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇടതു സർക്കാരിന്റെ കാലത്ത് MR അജിത് കുമാറിന് പൂർണ്ണ സംരക്ഷണം എന്നാരോപിച്ച് പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന UDF ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 30-ന് ചേരാനിരിക്കെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പുതിയതായി നിയമിച്ച ഗവൺമെന്റ് പ്ലീഡർമാരിൽ ഒരാൾ മുൻ SFIക്കാരനും മറ്റൊരാൾ മുൻ ABVPക്കാരനുമാണെന്ന കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗമായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. നിയമനത്തിലെ പരാതികൾ തന്റെ മുന്നിലെത്തിയിട്ടില്ല. ലോയേഴ്സ് കോൺഗ്രസ് തന്ന പട്ടികയിൽ ഈ 2 അഭിഭാഷകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനകാര്യം ലോ കോളേജിലെ KSU യൂണിറ്റ് അല്ല തീരുമാനിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, 2 മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ് 2 പേരും. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ആശങ്കകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ ഒരുങ്ങുകയാണ് KSU. ആശങ്ക അറിയിച്ചതിൽ എന്താണ് തെറ്റെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിക്ക് അവഗണിക്കാനാകില്ലെന്നും അലോഷ്യസ് സേവ്യർ പറയുന്നു. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്ന് മുൻമന്ത്രി P. രാജീവ്. കേരള സർക്കാർ ലീഗൽ ഓഫീസേഴ്സ് റൂൾ പ്രകാരം അഡ്വക്കേറ്റ് ജനറൽ നൽകുന്ന പാനലിൽ നിന്നാണ് സർക്കാർ അഭിഭാഷകരെ നിയമിക്കേണ്ടത്. എന്നാൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റ് ഉപയോഗിച്ചുവെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു സമ്മതിച്ചുവെന്നും രാജീവ് പറഞ്ഞു. കേരള ഗവൺമെന്റ് ലീഗൽ ഓഫീസേഴ്സ് റൂൾസ് പ്രകാരം ഏജ് നൽകുന്ന പാനലിൽ നിന്നാണ് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്, റൂളാണ്. അതിനു പകരം ലോയേഴ്സ് കോൺഗ്രസ് നൽകി ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ AGയുമായി ചർച്ച ചെയ്തു എന്ന് ഭരണഘടനാ പ്രകാരം ചുമതലയെടുത്ത മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരമാണെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ പാർട്ടിക്ക് വേണ്ടി ഗവൺമെൻറ് വക്കീലന്മാരെ നിയമിച്ചിരിക്കുന്നു, ആ കടലാസ് വെച്ച് AGയുമായി ചർച്ച ചെയ്തിരിക്കുന്നു. റൂൾ വായിച്ചു നോക്കണ്ടേ? മുഖ്യമന്ത്രി എല്ലാം പഠിച്ചു പറയുന്ന ആളല്ലേ. നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികളില്ലാതെ വരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു. പക്ഷേ പറ്റില്ല എന്ന നിലപാടിലാണ് PSC. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന്റെ രഹസ്യ വിവരങ്ങളും കൈമാറേണ്ട എന്നാണ് തീരുമാനം. രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നാണ് PSCയുടെ വാദം. അന്വേഷണം വേഗത്തിലാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു നീക്കം. വിവാദമായ ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരസൂചികയും ഉത്തരപേപ്പറുമടക്കം കൈമാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകിയത്. മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങളും ചോദിച്ചിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് PSC വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ കൈമാറില്ല എന്നതാണ് PSCയുടെ നിലപാട്. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന്റെ രീതികൾ വ്യക്തമാക്കുമെങ്കിലും പൂർണ്ണമായും വിശദീകരിക്കില്ല. PSCയുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുമെന്നുള്ള വാദം ഉയർത്തിക്കാട്ടിയാണ് ഈ ഒരു നടപടി. അങ്ങനെ PSCക്ക് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. 228 ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകുമെന്ന് PSC വ്യക്തമാക്കി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് ഉത്തരവിറക്കി. കമ്പ്യൂട്ടർ വിദഗ്ധരെയും ക്രൈംബ്രാഞ്ച് CI, വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരെയും ഉൾപ്പെടുത്തിയാണ് സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘവുമായി ആശയവിനിമയം നടത്താൻ PSC ചെയർമാൻ MR ബൈജു പ്രത്യേക സെല്ല് രൂപീകരിച്ചു. പരീക്ഷകളുടെ വിവരങ്ങൾ ചോദിച്ച് ക്രൈംബ്രാഞ്ച് സംഘം കത്ത് നൽകിയതിനു പിന്നാലെയാണ് 9 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ചെയർമാൻ പ്രത്യേക സെൽ രൂപീകരിച്ചത്. PSC സെക്രട്ടറി സാജു ജോർജിനെ ഒഴിവാക്കി അഡീഷണൽ സെക്രട്ടറി ഹാഷിലിനെയാണ് ചെയർമാൻ സെല്ലിന്റെ മേധാവിയാക്കിയത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്കെതിരെ നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് കോടതി നടപടി. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അടക്കം ആരോപിച്ചായിരുന്നു ഹർജികൾ. സംസ്ഥാന വഖഫ് വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് താൽക്കാലിക ചുമതല നൽകി കോടതി. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര 2 സമുദായ അംഗങ്ങൾ വേണമെന്നാണ് നിയമം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം പരിഗണിച്ചു. താൽക്കാലികമായി കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി നിർത്തിവെച്ചു. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ പുനർ തീരുമാനം വന്ന ശേഷം മാത്രമേ വഖഫ് ബോർഡിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിം ഇതര കമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയമപരമായി ശരിയല്ലെന്നാണ് ഷോൺ ജോർജിന്റെ പരാതി. ഇക്കാര്യം വിശദമായി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേ ഉത്തരവ് നൽകിയത്. വഖഫ് ബോർഡിന് ഇനി പ്രവർത്തിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് തുടർന്ന് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വഖഫ് ബോർഡ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അമൃത ന്യൂസ്, കൊച്ചി. US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതിനു പിന്നാലെ ഇറാന്റെ തീരദേശ സൈനിക താവളങ്ങൾക്ക് നേരെ US വ്യോമസേന കനത്ത ആക്രമണം നടത്തി. മേഖലയിലെ അന്താരാഷ്ട്ര വ്യാപാര പാതകൾ തടയും എന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. ബഹ്റൈനിലെയും ജോർദാനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണവും നടത്തി. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണ്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്ന ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ക്രൂയിസ് മിസൈൽ സംഭരണശാലകളും തകർക്കാൻ US സെൻട്രൽ കമാൻഡ് നടത്തിയത് 90 മിനിറ്റ് നീണ്ട അതിശക്തമായ വ്യോമാക്രമണമാണ്. ഒപ്പം മണിക്കൂറുകൾ നീണ്ട മറ്റൊരാക്രമണവും നടത്തി. ഈ ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഇറാനിലുണ്ടായിരിക്കുന്നത്. അമേരിക്ക നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം US-നും സഖ്യകക്ഷികൾക്കും താൽപ്പര്യമുള്ള മറ്റ് പ്രാദേശിക എണ്ണ വാതക കയറ്റുമതി പാതകളും തടസ്സപ്പെടുത്തുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ ഇറാന്റെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകി. എന്നാൽ സാധാരണക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധക്കുറ്റമാണെന്ന് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാനിൽ US നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 30-ലധികം സാധാരണക്കാരും 7 സൈനികരും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ബഹ്റൈനിലെ US നേവിയുടെ ആസ്ഥാനത്തിന് നേരെയും കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. US താവളങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇറാൻ വിക്ഷേപിച്ച ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും തങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടതായി US സഖ്യരാജ്യങ്ങൾ അവകാശപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ ഹോർമൂസ് മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ വിലയിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഏകദേശം 150 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലായി ഹോർമൂസിൽ ഉണ്ട് എന്നാണ് കണക്കുകൂട്ടൽ. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സീ ഫെയറർ ഫസ്റ്റ് നയം നടപ്പാക്കാനും വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക ഡാഷ്ബോർഡ് തുറക്കാനും ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവിട്ടു. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം രൂക്ഷമാവുകയും ഹോർമൂസ് കടലിടുക്കിൽ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി ആരംഭിച്ചത്. നിലവിൽ ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സ്ഥിതിഗതികളും കേന്ദ്ര സർക്കാർ വിലയിരുത്തി. ഇന്ത്യൻ പതാക വഹിക്കുന്ന 7 കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസ് മേഖലയിലുള്ളത്. കൂടാതെ വിവിധ കപ്പലുകളിലായി 150-ലധികം ഇന്ത്യൻ നാവികരുമുണ്ട്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സീ ഫെയറർ ഫസ്റ്റ് നയം നടപ്പാക്കാനും പ്രത്യേക നിരീക്ഷണ സംവിധാനം ആരംഭിക്കാനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവിട്ടു. ഇതിന്റെ ഭാഗമായി നാവികരുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക ഡാഷ്ബോർഡ് പ്രവർത്തിപ്പിക്കും.
പേർഷ്യൻ ഉൾക്കടൽ, ഹോർമോസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നീ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ കൃത്യമായ സ്ഥാനം, ഉടമസ്ഥത, റൂട്ട്, അതിലുള്ള ഇന്ത്യൻ ജീവനക്കാരുടെ വിവരങ്ങളും ഈ ഡാഷ്ബോർഡ് വഴി വിലയിരുത്താനാകും. ഷിപ്പിംഗ്, വിദേശകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കും. അടിയന്തര ഘട്ടത്തിൽ നാവികർക്കായി ലൈസൺ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നേരത്തെ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഹോർമോസ് വഴി സ്വതന്ത്രമായ ചരക്ക് നീക്കം നടക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. BJP സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. കൊടിത്തോരണങ്ങൾ തയ്യാറാക്കിയതിന് BJP നേതാവിന് കമ്മീഷൻ കൊടുത്തതായി കമ്പനി പ്രതിനിധി പറയുന്ന പുതിയ ശബ്ദരേഖ പുറത്തുവന്നു. തലസ്ഥാനത്തെ വൻകിട ഹോട്ടലിൽ കൂട്ടത്തോടെ മുറി ബുക്ക് ചെയ്ത് ഫണ്ട് തട്ടിയതിനും തെളിവുകളുണ്ട്. 18-ന് ചേർന്ന BJP കോർ കമ്മിറ്റിയിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ഓരോ ദിവസം കഴിയുന്തോറും BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. കൊടിത്തോരണങ്ങൾ മറിച്ചു വിറ്റതിലും വൻകിട ഹോട്ടലുകളിൽ കൂട്ടത്തോടെ മുറികൾ ബുക്ക് ചെയ്തതിലും പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് സ്ഥാപിച്ചതിലും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. നേതാക്കളെ വെട്ടിലാക്കി കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. കൊടിതോരണം തയ്യാറാക്കിയതിന്റെ മുഴുവൻ തുകയും പാർട്ടി നൽകും മുമ്പ് 31 ലക്ഷം രൂപ പാർട്ടി നേതാവിന് നൽകിയെന്ന പുതിയ ശബ്ദരേഖ പുറത്തായി. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ, പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. കരമനയിലെ റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് വെച്ചതിൽ കമ്മീഷൻ വാങ്ങിയെന്ന മറ്റൊരു ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. തലസ്ഥാനത്ത് ആഡംബര ഹോട്ടലുകളിൽ മുറികൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന വിവരവും നേരത്തെ പുറത്തായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകൾ വീണ്ടും ഉണ്ടാകുന്നത്. ഫണ്ട് തിരിമറിയിൽ സംസ്ഥാന ഘടകത്തിൽ നിന്ന് പരാതി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്ന് അത്യന്തം ഗൗരവത്തോടെയാണ് നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണ്. ഈ മാസം 18-ന് മടങ്ങിയെത്തുന്ന പ്രസിഡന്റ് പാർട്ടി കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നാണ് വിവരം. ആരോപണ വിധേയർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പറഞ്ഞത് ശുദ്ധ നുണയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. VD സതീശൻ എന്ന വ്യക്തിയെയല്ല, മുഖ്യമന്ത്രിയാണ് കാണാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ കാണിക്കേണ്ട മിനിമം മര്യാദകൾ പാലിക്കാത്ത ആളെ ഇനി കാണേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. ഉപരാഷ്ട്രപതിയെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചു. പെരുന്ന ശുദ്ധീകരിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപി അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ എന്നും സുകുമാരൻ നായർ പറഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി മുഖേന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് താൻ അന്ന് അങ്ങനെ പറഞ്ഞതെന്നും പിന്നീട് വിളിച്ചോളാം എന്നും മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തിണ്ണനിറങ്ങൽ വിഷയമാണെന്നാണ് കരുതുന്നത്. പിന്നീട് വീണ്ടും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും എറണാകുളത്ത് വെച്ച് കാണാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ എറണാകുളത്ത് വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല, സെക്രട്ടേറിയറ്റിൽ വെച്ച് കാണേണ്ട കാര്യമാണ് എന്ന് അറിയിച്ചു. പിന്നീട് ഒരു കോൺടാക്റ്റും ഉണ്ടായിട്ടില്ല. VD സതീശനെ കാണാനല്ല, മുഖ്യമന്ത്രിയെ കാണാനാണ് അനുവാദം ചോദിച്ചത്. ഒരു പ്രമുഖ സംഘടനയുടെ ആളാണ് എന്ന പരിഗണന പോലും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ കാണിക്കേണ്ട മിനിമം മര്യാദകൾ പാലിക്കാത്ത ആളെ ഇനി കാണേണ്ട കാര്യമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അത് പച്ച കള്ളമാണ് പറഞ്ഞു. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ മിനിമം പാലിക്കേണ്ട മര്യാദ കാണിക്കാത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ആരുടെ മുമ്പിൽ പിച്ചച്ചട്ടിയായിട്ട് പോയി കൈനീട്ടി നിന്നിട്ടില്ല, ഒരുത്തരുടെ മുമ്പിൽ നിന്നിട്ടില്ല. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും അതിലേക്ക് ഉപരാഷ്ട്രപതിയെ കൂടി അദ്ദേഹം വലിച്ചിഴച്ചുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയിൽ എന്ത് ശുദ്ധീകരണം നടത്തും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അയാൾ ആദ്യം അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ. NSSനെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. തനിക്കെതിരെ ഒരു ആരോപണവും ആരും ഉന്നയിച്ചിട്ടില്ല. ആകെ അഹങ്കാരിയാണെന്ന പരാതിയാണുള്ളത്. അഹങ്കാരം കാട്ടേണ്ടിടത്ത് കാട്ടുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അല്ല, അദ്ദേഹം അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹവും കൂടെ ഉള്ളതാണല്ലോ. അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ച് വരട്ടെ. ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ച് വരുമെന്നാണോ പറഞ്ഞത്? അവിടെ ഇയാളൊരു പുല്ലും ചെയ്യാനല്ല NSSനെ. എന്തുവാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്നെ അഹങ്കാരിയാന്ന് പറഞ്ഞു. അഹങ്കാരം ഞാൻ എടുക്കേണ്ടടുത്ത് എടുക്കും.
ഗവർണറായിരുന്നപ്പോൾ CP രാധാകൃഷ്ണൻ NSS ആസ്ഥാനത്ത് വരികയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. ആനന്ദബോസിനോടും അതേ സമീപനമാണ് കാട്ടിയത്. ആർക്കും കടന്നു വരാവുന്ന സ്ഥലമാണ്. എന്നാൽ ഒരു ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലത്ത് പട്ടിയെ കയറ്റി മണപ്പിക്കാൻ പറ്റില്ല എന്നാണ് NSS നിലപാടെടുത്തത്. സുരേഷ് ഗോപിയുടെയും ഉപരാഷ്ട്രപതിയുടെയും നിലപാട് അവരുടെ സംഘടനയുടെ ഭാവിയെ ബാധിക്കും എന്ന ദീർഘവീക്ഷണം കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുത്തി പറഞ്ഞതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോക ഫുട്ബോൾ ഫൈനലിൽ സ്പെയിനൊപ്പം ഏറ്റുമുട്ടുന്നതാര്? രാത്രി 12:30 നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് മത്സരഫലം തീരുമാനിക്കും. രണ്ടാം സെമിയിൽ ചിരവൈരികളായ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും സെമിയിലെത്തിയത്. ആദ്യമായാണ് മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളത്തിലിറങ്ങുന്നത്. 24 വർഷങ്ങൾക്കിപ്പുറമാണ് ഇരു ടീമുകളും ലോകകപ്പിൽ വീണ്ടും മുഖാമുഖം വരുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ 5 തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 3 തവണ ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. തോൽവിയറിയാതെ ഇരു ടീമുകളും തങ്ങളുടെ കരുത്ത് തെളിയിച്ചാണ് ഇത്തവണ സെമിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അധിക സമയത്തേക്ക് നീണ്ട കടുത്ത പോരാട്ടത്തിൽ 3-1 എന്ന സ്കോറിനാണ് ലയണൽ സ്കലോൺസ്കിയുടെ സംഘം വിജയം പിടിച്ചെടുത്തത്. ഇതിഹാസ താരം മെസ്സിയിൽ തന്നെയാണ് അർജന്റീനയുടെ പ്രതീക്ഷ. 20 വർഷത്തിലേറെയായി അർജന്റീന ടീമിനെ പ്രതിനിധാനം ചെയ്യുന്ന ലയണൽ മെസ്സി ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ മറ്റൊരു ചരിത്ര നിമിഷത്തിനു കൂടിയാണ് സാക്ഷിയാകുന്നത്. 2 പതിറ്റാണ്ടിനിടെ മെസ്സി ഒരിക്കൽ പോലും ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ നോർവേയെയും പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ മെക്സിക്കോയെയും പരാജയപ്പെടുത്തിയാണ് പോരാട്ടത്തിനെത്തുന്നത്. പരിശീലകൻ തോമസ് ടൂച്ചലിന്റെ കീഴിലിറങ്ങിയ ഇംഗ്ലീഷ് പട കരുത്തരായ നോർവേയെ 2-1 പരാജയപ്പെടുത്തിയാണ് സെമിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. കളിക്കളത്തിലെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടുകൾ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഡെക്ലാൻ റൈസ്, ആന്റോണി ഗോർഡൻ എന്നിവരടങ്ങുന്ന കരുത്തുറ്റ ആക്രമണ മധ്യനിരയാണ്. 1966 സ്വന്തം മണ്ണിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തിയതിനു ശേഷം മറ്റൊരു കിരീടത്തിൽ മുത്തമിടാൻ ഇംഗ്ലണ്ടിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് അവരുടെ ദുഃഖം. എന്തായാലും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വൈര്യങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. അത് ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങളായിരുന്നു. ഫോക്ലാൻഡ് യുദ്ധത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന 1986 മെക്സിക്കോ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലാണ് ഈ ചരിത്ര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചതും. വിവാദമായ ദൈവത്തിന്റെ കൈയെന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് മുമ്പ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു. ടോട്ടൽ സെറ്റായ ഇരു ടീമുകളും സെമിയിൽ നേർക്കുനേർ പോരാടുമ്പോൾ ജയം ആർക്കൊപ്പമെന്നത് കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഫിഫ ലോകകപ്പ് 2026 ആവേശം കേരളം മുഴുവൻ പടരുമ്പോൾ ഫാഷൻ ലോകത്തും പുതിയ ട്രെൻഡ് പ്രകടമാണ്. ഫുട്ബോൾ തീം മുണ്ടുകളും ലുങ്കികളുമാണിപ്പോൾ വിപണി കീഴടക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന പുതുമ കളക്ഷൻസാണ് ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ പ്രമുഖ ടീമുകളുടെ നിറങ്ങളിലുള്ള മുണ്ടുകളും ലുങ്കികളും വിപണിയിലെത്തിച്ചത്. ജേഴ്സികളിൽ ഒതുങ്ങിയിരുന്ന ഫുട്ബോൾ ആവേശം കേരളത്തിന്റെ പരമ്പരാഗത വേഷമായ മുണ്ടിലേക്കും എത്തിയതോടെ ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഇവ വാങ്ങുന്നത്. ടീമുകളുടെ നിറങ്ങളിലുള്ള മുണ്ടുകൾക്ക് പുറമെ മെസ്സി, റൊണാൾഡോ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ പേരിലുള്ള മുണ്ടുകളും പ്രത്യേക ഓർഡറായി ഇവിടെ ലഭ്യമാണ്. മുണ്ടിനൊപ്പം അതേ ടീമിന്റെ ജേഴ്സിയും ഉൾപ്പെടുത്തിയ കോംബോ പാക്കുകളും വിൽപ്പനയ്ക്കുണ്ട്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ ടീമുകളുടെ തീമിലുള്ള വസ്ത്രങ്ങളാണ് നിലവിൽ കൂടുതലും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജേഴ്സികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഗിരീഷ് പറയുന്നു. ഈ പ്രാവശ്യം നമുക്ക് എല്ലാ ജേഴ്സികൾക്കനുസരിച്ച് മുണ്ടുകളും വന്നിട്ടുണ്ട്. അതായത് പ്രിന്റഡ് ജേഴ്സികൾക്കനുസരിച്ച് വെറൈറ്റി മുണ്ടുകളും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനനുസരിച്ച് ഓരോ ടീമിൻ്റെ മുണ്ടുകളും നമ്മൾ നല്ലപോലെ സെയിലായി.
ഫിഫ 2026 സ്പെഷ്യൽ കളക്ഷൻ അവതരിപ്പിച്ച 5 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ഇതിനകം തന്നെ നിരവധി ജേഴ്സികളും മുണ്ടുകളും വിറ്റഴിഞ്ഞു. കേരളത്തിന്റെ പരമ്പരാഗത വേഷത്തെ ലോക ഫുട്ബോളിന്റെ ആവേശവുമായി ചേർത്തിണക്കുന്ന ഈ പുതിയ പരീക്ഷണം ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോകകപ്പ് മത്സരങ്ങൾക്കുള്ള ഒരുക്കത്തിൽ ജേഴ്സിക്കൊപ്പം ഇനി ടീം മുണ്ട് കൂടി മലയാളികളുടെ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.